വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള പുരോഗതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് PSC ഒരു സിലബസ് തന്നിട്ടുണ്ട്. സിലബസിന്റെ ഒരു ഭാഗമായിട്ട് തന്നിട്ടുണ്ട് LGSന്. അപ്പൊ അതിലപ്പോ സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ പുരോഗതിയെ കുറിച്ച് നമുക്ക് പഠിക്കണം. അപ്പൊ അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണെന്ന് പറഞ്ഞേ. എന്നാ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ ദിനം? നാഷണൽ എഡ്യൂക്കേഷൻ ഡേ അഥവാ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11 അല്ലെ? ദേശീയ വിദ്യാഭ്യാസ ദിനം എന്ന ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ഈ നവംബർ 11ന്റെ പ്രത്യേകത എന്താണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. അപ്പൊ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. അപ്പൊ ദേശീയ അധ്യാപക ദിന ചോദിക്കണെന്ന് വെച്ചാൽ എന്നാ പറയാ? ദേശീയ അധ്യാപക ദിനം എന്ന് പറയുന്നത് ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5 എന്താണ് ദേശീയ അധ്യാപക ദിനം? സെപ്റ്റംബർ 5 ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ്. ഇനി ഇന്ത്യയിലെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയും മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് വളരെ എന്താ പറയാ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ഇപ്പൊ പറയണ കാര്യങ്ങളൊക്കെ. ഇനി എന്താണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. അപ്പൊ ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പൊ അവരെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കണേ അല്ലെ? അപ്പൊ ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ അല്ലെ? ഇനി ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ കേട്ടിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ HRD, മാനവ വിഭവ ശേഷി വകുപ്പ്. അത് എന്നാണ് നിലവിൽ വന്നത്? 1985 അതായത് ഈ മാനവശേഷി വികസന വകുപ്പിന്റെ കീഴിലാണല്ലോ വിദ്യാഭ്യാസം ഉള്ളത്. അപ്പൊ HRD നിലവിൽ വന്നത് 1985 എന്ന് ഓർത്തു വെക്കുക. എന്നാണ്? 1985. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാ കോട്ടയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ, അതുകൊണ്ടാണ് കോട്ടയത്തിന് അക്ഷര നഗരം എന്നൊക്കെ പേരുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണം കോട്ടയമാണ്. 1989 കോട്ടയം സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണമായി മാറിയത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണം കോട്ടയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണം കോട്ടയമാണ്. കോട്ടയം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച വർഷം 1989. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ലയാണ് ചോദിക്കുന്നതെങ്കിൽ ജില്ല എറണാകുളം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ല എറണാകുളം ജില്ലയാണ്. 1990 എറണാകുളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ലയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനത്തിന്റെ പേരാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയണം? കേരളം പറയണം. കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായി മാറിയ വർഷം 1991. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ SC സാക്ഷരത സംസ്ഥാനം, അതായത് എന്താ, പട്ടികജാതി സാക്ഷരതാ സംസ്ഥാനം ആയി കേരളം മാറിയ വർഷം 1993. അപ്പൊ അതും കേരളം തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പട്ടികജാതി സാക്ഷരത കൈവരിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 1993. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാലും ഏത് സംസ്ഥാനം നമ്മൾ പറയാ? കേരളം തന്നെ പറയും. ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണമായിട്ടും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സംസ്ഥാനവും ഏത് തന്നെയാണ്? കേരളം തന്നെയാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സംസ്ഥാനവും കേരളമാണ്. അത് 2016. 2016 സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സംസ്ഥാനമായിട്ട് ഏത് മാറണേ? കേരളം മാറണേ. അങ്ങനെ കേരളം ഈ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ സംസ്ഥാനമായിട്ട് മാറുന്നത് ഒരു പദ്ധതിയുടെ കീഴിലാണ്. ഏതാണ് ആ പദ്ധതി എന്ന് ചോദിച്ചാൽ പദ്ധതിയുടെ പേര് അതുല്യം പദ്ധതി എന്ന് പറയും. അപ്പൊ അതുല്യം പദ്ധതി പ്രകാരമാണ് കേരളം സമ്പൂർണ്ണ പ്രാഥമിക സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായിട്ട് മാറുന്നത്. അപ്പൊ അതുല്യം എന്ന് പറയുന്നത് എന്താണ്? 4th സ്റ്റാൻഡേർഡ് ഈക്വലന്റ് എക്സാമിന് പറയുന്ന പേരാണ്. അതായത്
നാലാം തരം തുല്യതാ പരീക്ഷ, അതിന്റെ പേര് കൂടിയാണ് ഇത് അതുല്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണം കോട്ടയം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ല എറണാകുളം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം കേരളം. അപ്പൊ പട്ടണം 89, അതിന് അടുത്ത വർഷം ജില്ല 90, അടുത്ത വർഷം സംസ്ഥാനം കേരളം അല്ലെ. 90, 89, 90, 91. ഇന്ത്യയിലെ ആദ്യത്തെ പട്ടികജാതി സമ്പൂർണ്ണ പട്ടികജാതി സാക്ഷരതാ സംസ്ഥാനമായി മാറിയ അത് ഏതാണെന്ന് ചോദിച്ചാൽ അതും കേരളം തന്നെയാണ്. മാറിയത് 1993-ലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സംസ്ഥാനവും കേരളമാണ്. അത് 2016-ലാണ്. അതുല്യം പദ്ധതിയുടെ കീഴിലാണ് എന്നും കൂടി ഓർത്തു വയ്ക്കാം. ഇനി അടുത്തത് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ അതിന് ഞാൻ ഇനി എഴുതണില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നമ്മുടെ ഇവിടെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ, വില്യം ബെന്റിക് പ്രഭുവാണ്. 1835 ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഇനി എന്താണ് ചാൾസ് വുഡ് ഡെസ്പാച്ച് വുഡ്സ് എഡ്യൂക്കേഷൻ കമ്മീഷനെ ഡൽഹൌസി നിയമിച്ചു എന്നും, മാഗ്ന കാർട്ട ഓഫ് എന്താ പറയാ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വുഡ്സ് ഡെസ്പാച്ചിനെ വിശേഷിപ്പിച്ചു എന്നും, ഇതൊക്കെ പുതിയ കുട്ടികളായാലും പഴയ കുട്ടികളായാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അതായത് ആധുനിക ഇന്ത്യ ചരിത്രം എടുത്തപ്പോ. അപ്പൊ ആ കാര്യമൊന്നും നമ്മളിവിടെ പറയണില്ല. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചാണ്. വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുമ്പോൾ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് പഠിക്കണം. അപ്പൊ ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് വിദ്യാഭ്യാസ കമ്മീഷൻ. അപ്പൊ ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനിൽ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഹണ്ടർ കമ്മീഷനെ കുറിച്ചാണ്. ആദ്യമായിട്ട് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത് കമ്മീഷനാണ്. അത് 1882-ലാണ് ഹണ്ടർ കമ്മീഷൻ. എന്നാണ് 1882 നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. നിയമിച്ചത് ആരാണ്? വില്യം ഹണ്ടർ ആണ്. വില്യം ഹണ്ടറെ അപ്പോയിന്റ് ചെയ്തത് ആരാണ്? അപ്പോയിന്റ് ചെയ്തത് റിപ്പൺ പ്രഭു ആണ്. ഹണ്ടറിനെ അപ്പോയിന്റ് ചെയ്തത് ആരാണ്? റിപ്പൺ പ്രഭു ആണ് കേട്ടോ. അപ്പോ 1882 എഡ്യൂക്കേഷനുമായിട്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റിപ്പൺ പ്രഭു ആദ്യമായിട്ട് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നു, ഹണ്ടർ കമ്മീഷൻ. അടുത്തത് രണ്ടാമത്തെ കമ്മീഷന്റെ പേര് സർജന്റ് കമ്മീഷൻ എന്നാണ്. എന്താണ്? സർജന്റ് കമ്മീഷൻ എന്നാണ്. സർജന്റ് കമ്മീഷൻ 1944-ലാണ് വരുന്നത്. 1944-ലാണ് സർജന്റ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതിന്റെ മൂന്നാമത്തെ കമ്മീഷന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, രാധാകൃഷ്ണ കമ്മീഷൻ. രാധാകൃഷ്ണ കമ്മീഷൻ. അപ്പൊ ഈ രാധാകൃഷ്ണ കമ്മീഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം 1948-ലാണ് 48-49 കാലയളവിലൊക്കെ ആരുണ്ട്? രാധാകൃഷ്ണ കമ്മീഷൻ ഉണ്ട്. 1948-49 കാലയളവിലൊക്കെ രാധാകൃഷ്ണ കമ്മീഷൻ ഉണ്ട്. അപ്പോ ഈ 48-49 കാലയളവിൽ രാധാകൃഷ്ണ കമ്മീഷൻ ഉണ്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ചപ്പോ 48-ൽ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാലും ഇവര് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അതിന്റെ റിപ്പോർട്ടൊന്നും സമർപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ റിപ്പോർട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള സമയം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് 48-49 എന്ന് പറയുന്ന ആ ഒരു വർഷം. ഇപ്പൊ ചില കുട്ടികൾക്ക് ഇനി സംശയം തോന്നാം, ചില പുസ്തകങ്ങളിൽ 48 ഉള്ളല്ലോ, 49 കാണാനില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ആദ്യം തന്നെ പറഞ്ഞത്. 1948-49 എന്ന് ഇതിനെ പറയാനുള്ള കാരണം എന്താണെന്നും കൂടി മനസ്സിലാക്കുക. 48-ൽ അപ്പോയിന്റ് ചെയ്യുന്നു, അതിനുശേഷം 49-ലാണ് ഇത്തരം കമ്മീഷനുകൾ അവരുടെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ടാവുക. അപ്പൊ റിപ്പോർട്ട് സമർപ്പിക്കുന്ന തീയതി വരെയുള്ള സമയത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? കമ്മീഷന്റെ കാലയളവായിട്ട് പറയും. അപ്പൊ ഈ രാധാകൃഷ്ണ കമ്മീഷൻ ഇന്ത്യയില് രാധാകൃഷ്ണ കമ്മീഷന് ഒരു പേരിട്ട് വിളിക്കുന്നുണ്ട്. എന്താ രാധാകൃഷ്ണ കമ്മീഷന്റെ പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നും ഇത് അറിയപ്പെടുന്നു. അപ്പൊ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാധാകൃഷ്ണ കമ്മീഷൻ ആണെന്ന് പറയണം. എന്താണ് യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏത് കമ്മീഷനാണ്? രാധാകൃഷ്ണ കമ്മീഷൻ ആണെന്ന് ഓർത്തു വെക്കുക. എന്താണ്? ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്നു. ഏതിനെ? രാധാകൃഷ്ണ കമ്മീഷൻ. അപ്പൊ ആദ്യത്തെ നമ്മള് ഹണ്ടർ കമ്മീഷൻ 1882 റിപ്പൺ പ്രഭു അപ്പോയിന്റ് ചെയ്തു. എന്തായിരിക്കും ഹണ്ടർ കമ്മീഷന്റെ ശുപാർശ? അതായത് പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്തിനെ കുറിച്ച്? പ്രൈമറി വിദ്യാഭ്യാസത്തെ കുറിച്ചും അതുപോലെ തന്നെ സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ചും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് കമ്മീഷനെ നിയമിക്കുന്നത്? ഹണ്ടർ കമ്മീഷനെ നിയമിക്കുന്നത്. ഇനി അടുത്തത് രണ്ടാമത് സർജന്റ്
സർജന്റ് കമ്മീഷൻ 1944. അപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, അത് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ശുപാർശയാണ് ആര് കൊണ്ടുവന്നത്? സർജന്റ് കമ്മീഷൻ കൊണ്ടുവന്നത്. അതിനുശേഷം 1948-49 കാലയളവിൽ ആര് വന്നു? രാധാകൃഷ്ണ കമ്മീഷൻ വന്നു. ഇദ്ദേഹത്തെ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന് വിളിക്കുന്നു. ഇദ്ദേഹമാണ് എന്ത് പറഞ്ഞതെന്നറിയോ നിങ്ങൾക്ക്? UGC രൂപീകരിക്കണം, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിക്കണം എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊണ്ടുവരണം. എന്താണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഇന്ത്യയിൽ കൊണ്ടുവരണം എന്നൊക്കെ ശുപാർശ ചെയ്തത് ആരാണ്? നമ്മുടെ രാധാകൃഷ്ണ കമ്മീഷനാണ്. ഈ രാധാകൃഷ്ണ കമ്മീഷന് ശേഷം വന്നിട്ടുള്ള കമ്മീഷനാണ് മുത്തലിയാർ കമ്മീഷൻ എന്ന് പറയും. അടുത്ത കമ്മീഷന്റെ പേര് മുത്തലിയാർ കമ്മീഷൻ എന്നാണ്. എന്താണ് കമ്മീഷന്റെ പേര്? മുതലിയാർ കമ്മീഷൻ എന്നാണ്. അപ്പോയിന്റ് ചെയ്തത് 1952-ലാണ്. അപ്പോ ഈ മുതലിയാർ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാറുള്ളത്, മുതലിയാർ കമ്മീഷനെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നൊരു പേരിട്ട് വിളിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് മുതലിയാർ കമ്മീഷനാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ത്രിഭാഷാ പദ്ധതി, എന്താണ് ത്രിഭാഷ കേട്ടോ, അതൊന്ന് ഓർത്തു വെക്കുക. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കാൻ, ഭാഷാ പദ്ധതി നടപ്പിലാക്കാനായിട്ട് പറഞ്ഞ കമ്മീഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതിനെയാണ്? മുതലിയാർ കമ്മീഷൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ കോത്താരി കമ്മീഷൻ ആണ്. ലാസ്റ്റ് വൺ ഏതാണ്? കോത്താരി എന്ന് പറയുന്ന കമ്മീഷനാണ്. ഈ കോത്താരി കമ്മീഷന്റെ പ്രത്യേകത എന്താ? കോത്താരി കമ്മീഷൻ 1964 കൊണ്ടുവന്നു. അദ്ദേഹമാണ് 10, അത് കഴിഞ്ഞാൽ +2, പിന്നെ +3 എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ. 10, +2, +3 സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അത് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ കോത്താരി കമ്മീഷനാണ്. അതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ എന്താ പറയാ, കോത്താരി ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. അപ്പൊ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. നേരത്തെ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്നത്, ഇതെന്താ അറിയപ്പെടുന്നത്? ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. അങ്ങനെ ഒരു പേര് ഏതിനുണ്ട്? നമ്മുടെ കോത്താരി കമ്മീഷൻ ഉണ്ട്. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ, 1882 ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ, ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷണർ റിപ്പൺ പ്രഭു നിയമിക്കുന്നു. പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാനാണ്. അതുപോലെ തന്നെ സർജന്റ് കമ്മീഷൻ 1944 അപ്പോയിന്റ് ചെയ്യുന്നു. 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി. ഇനി ഇന്ത്യ സ്വതന്ത്രം ആയതിനു ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം രാധാകൃഷ്ണ കമ്മീഷനെ 48 അപ്പോയിന്റ് ചെയ്യാണ്. അദ്ദേഹം UGC റെക്കമെൻഡ് ചെയ്തു. സ്ത്രീ വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഇതൊക്കെ കൊണ്ടുവരെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന് വിളിക്കുന്നു, ഇദ്ദേഹത്തിന്റെ കമ്മീഷനെ. മുതലിയാർ കമ്മീഷൻ 1952 അപ്പോയിന്റ് ചെയ്തു. സെക്കൻഡറി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മീഷനാണ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് വിളിക്കുന്നു. ത്രിഭാഷാ പദ്ധതിയൊക്കെ അദ്ദേഹം ശുപാർശ ചെയ്യുകയുണ്ടായി. അതിനുശേഷം കോത്താരി കമ്മീഷൻ വരികയാണ്. കോത്താരി കമ്മീഷൻ 1964-ലാണ്. ശരിക്കും റിപ്പോർട്ട് കൊടുക്കുന്നത് 66-ലാണ്. അതുകൊണ്ട് തന്നെ 64-66 കാലയളവിലുണ്ട് അദ്ദേഹത്തെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് വിളിക്കുന്നു. 10, +2, +3 സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞത് ഏത് കമ്മീഷനാണ്? കോത്താരി കമ്മീഷനാണ് എന്ന് ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അതിനുശേഷം എന്താ പറയാ, നമ്മൾ ഇനി ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള പുരോഗതിയെ കുറിച്ച് ഇതിൽ പറഞ്ഞതും പലതും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യം വരില്ല. 1938 ഇവിടെ നമ്മുടെ ഭാരതീയ വിദ്യാഭവൻ വന്നു. അറിയാം അല്ലെ? ഭാരതീയ വിദ്യാഭവൻ വന്നത് എന്നാണ്? 1938. അപ്പൊ ഭാരതീയ വിദ്യാഭവൻ 1938 എന്ത് വന്നു? ഭാരതീയ വിദ്യാഭവൻ നിലവിൽ വന്നു. അതിനുശേഷം 1953 എന്താണ് നിലവിൽ വന്നത്? UGC നിലവിൽ വന്നു. UGC 1953 ഇത് നിലവിൽ വന്നുവെങ്കിലും 1956 അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആകുന്നത്. UGC ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആകുന്നത് 1956 ഇതിന്റെ ആസ്ഥാനം, ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൽഹിയാണ്. UGCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്. UGC റെക്കമെൻഡ് ചെയ്തത് ആരാണ്? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, രാധാകൃഷ്ണ കമ്മീഷനാണ്. അപ്പൊ രാധാകൃഷ്ണ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് നിലവിൽ വന്നത്? UGC നിലവിൽ വന്നത് എന്ന് ഓർത്തു വയ്ക്കുക. എന്നാൽ ഇതിന്റെ ഉദ്ഘാടനം നടത്തിയത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് അല്ലെ? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് എന്തിന്റെ ഉദ്ഘാടനം നടത്തിയത്? UGCയുടെ ഉദ്ഘാടനം നടത്തിയത്. എന്താണ് UGCയുടെ ആപ്തവാക്യം? അറിവാണ് മോചനം. എന്താണ്? അറിവാണ് മോചനം. അറിവാണ് മോചനം
മോചനം എന്നുള്ളതാണ് UGCയുടെ ആപ്തവാക്യം എന്ന് ഓർത്തു വെക്കുക. എന്താണ്? അറിവാണ് മോചനം എന്ന് പറയുന്നതാണ് ആരുടെ ആപ്തവാക്യം? UGCയുടെ ആപ്തവാക്യം എന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. UGCയുടെ ആദ്യത്തെ ചെയർമാൻ ആരാന്ന് ഓർത്തു വെച്ചോളൂ. ശാന്തി സ്വരൂപ് ഭട്നാഗർ ആണ്. ശാന്തി സ്വരൂപ് ഭട്നാഗർ ആണ് UGCയുടെ ആദ്യത്തെ ചെയർമാൻ, ശാന്തി സ്വരൂപ് ഭട്നാഗർ. ഇപ്പൊ രാധാകൃഷ്ണ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 1953 ഡൽഹി ആസ്ഥാനമായി UGC നിലവിൽ വന്നു. മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അറിവാണ് മോചനം എന്നുള്ളതാണ് അതിന്റെ ആപ്തവാക്യം. അതിന്റെ ആദ്യത്തെ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നാഗർ ആണ്. ഇനി അറിവാണ് മോചനം എന്നുള്ളത് ആപ്തവാക്യം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ദേശീയ ബാലഭവനുകൾ അല്ലെ. ബാലഭവൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ദേശീയ ബാലഭവൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം നിലവിൽ വന്നത്, ബാലഭവനുകള് നെഹ്റു ആണ് അത് എന്താ പറയാ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത വ്യക്തി. ബാലഭവൻ വന്നത് 1956 എന്നാണ് ബാലഭവൻ വന്നത്? 1956 ബാലഭവൻ ട്ടോ. അതുപോലെ തന്നെ NCERT നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1961 പറയും. ഈ NCERT നിലവിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ CBSE നിലവിൽ വരുന്നത്. CBSE നിലവിൽ വന്നത് 1962 അപ്പൊ 1962 CBSEയും 1961 NCERT നിലവിൽ വന്നു. ഇനി അടുത്തത് നവോദയ വിദ്യാലയങ്ങൾ 1986 മുതലാണ്. 1986 മുതലാണ് ഇന്ത്യയിൽ നവോദയ വിദ്യാലയങ്ങൾ നിലവിൽ വന്നത്. നവോദയ വിദ്യാലയം ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയേണ്ടത്? ഏതാണ്? തമിഴ്നാടാണ്. നവോദയ വിദ്യാലയം ഇന്ത്യയിൽ കൊണ്ടുവരാൻ മുൻകൈ എടുത്തത് അല്ലെങ്കിൽ ആരുടെ കാലത്ത് നിലവിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിയുടെ കാലത്താണെന്ന് ഓർമ്മ വരണം. ആരുടെ കാലത്താണ്? രാജീവ് ഗാന്ധിയുടെ കാലത്താണ് നവോദയ വിദ്യാലയം. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് 1986 ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അഥവാ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അഥവാ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് എന്നാണ്? 1986 1986 ദേശീയ വിദ്യാഭ്യാസ നയം, 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അഥവാ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നു. ഇനി അടുത്തത് 1987 എന്താണെന്നൊന്ന് ഓർത്തു വയ്ക്കാം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് എന്താണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. എന്താണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കണേ. അപ്പൊ എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കൊണ്ടുവന്നിട്ടുള്ളത്? ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ബ്ലാക്ക് ബോർഡ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക? ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു അല്ലെ. അപ്പൊ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ, പ്രൈമറി സ്കൂളിലെ അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ നിലവിൽ വന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് നമ്മള്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. 1988 നാഷണൽ ലിറ്ററസി മിഷൻ, ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നു. 1988 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ആൾക്കാർ ആരെങ്കിലും വിദ്യാഭ്യാസം ഇനി എന്താ പറയാ പഠനം നടത്തണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അന്ന് നാഷണൽ ലിറ്ററസി മിഷൻ നിലവിൽ വന്നത് 1988. 1938 ഭാരതീയ വിദ്യാഭവൻ, അതിനുശേഷം 1953 UGC 56 ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി ഡൽഹി ആസ്ഥാനമാണ്. രാധാകൃഷ്ണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നിലവിൽ വന്നു. മൗലാന അബ്ദുൽ കലാം ആസാദ് ഇനോഗ്രേറ്റ് ചെയ്തു. അറിവാണ് മോചനം എന്നുള്ളതാണ് അതിന്റെ ആപ്തവാക്യം. ശാന്തി സ്വരൂപ് ഭട്നാഗർ ആണ് ആദ്യത്തെ ചെയർമാൻ. ദേശീയ ബാലഭവൻ നെഹ്റു ആണ് കൊണ്ടുവന്നത് 56. NCERT 1961 CBSE 1962 നിലവിൽ വന്നു. നവോദയ വിദ്യാലയങ്ങൾ രാജീവ് ഗാന്ധി കൊണ്ടുവന്നു. വന്ന വർഷം 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നതും 1986. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി വന്ന ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നിലവിൽ വന്ന 1987 1988 നാഷണൽ ലിറ്ററസി മിഷൻ അഥവാ ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നു. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പദ്ധതിയുടെ പേരാണ് DPEP എന്ന് പറയുന്ന പദ്ധതി. DPEP പദ്ധതി. ഈ DPEP പദ്ധതി നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1994 ഓർക്കുക. 1994 നിലവിൽ വന്ന
വന്ന പദ്ധതിയാണ് DPP. പിന്നെ DPP എന്ന് പറയുന്ന പരിപാടി എടുത്തു കളയാണ് ചെയ്തത് കേട്ടോ. SSAയുമായിട്ട് എടുത്തു കളയല്ല, യോജിപ്പിക്കുക ചെയ്തത്. 1995 തൊണ്ണൂറ്റിനാല് കഴിഞ്ഞ് 95 വന്നിട്ടുള്ളതാണ് മിഡ് ഡേ മീൽ പരിപാടി. എന്താണ് മിഡ് ഡേ മീൽ കേട്ടോ? മിഡ് ഡേ മീൽ വന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1995 അത് ഫസ്റ്റ് തുടങ്ങിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണ്. അപ്പൊ മിഡ് ഡേ മീൽ പ്രോഗ്രാം ആദ്യമായിട്ട് ആരംഭിച്ചത് എന്താണ്, എവിടെയാണ്? തമിഴ്നാട്ടിലാണെന്ന് മനസ്സിലാക്കുക. ആരംഭിച്ച വർഷം 1995. ഇനി അടുത്തത് SSA അഥവാ സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന പദ്ധതി നിലവിൽ വന്നത് 2001. SSA നിലവിൽ വന്നു 2001. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പദ്ധതിയാണ് SSA. ഈ SSAയിലാണ് DPP ഒക്കെ എന്താ പറയണത്, ലയിപ്പിക്കണത് കേട്ടോ. അപ്പോ SSAയുടെ ആപ്തവാക്യം ഒന്ന് നമ്മൾ ഓർത്തു വെച്ചോളൂ. ഈച്ച് വൺ ടീച്ച് വൺ. എന്താണ്? ഈച്ച് വൺ ടീച്ച് വൺ എന്നുള്ളതാണ്. ഈച്ച് വൺ ടീച്ച് വൺ കേട്ടോ. ഈച്ച് വൺ ടീച്ച് വൺ എന്നുള്ളതാണ് എന്തിന്റെ ആപ്തവാക്യം? SSAയുടെ ആപ്തവാക്യം എന്ന് മനസ്സിലാക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് 2004 എന്ന് പറഞ്ഞത്. നമ്മുടെ വിദ്യാഭ്യാസ ഉപഗ്രഹമായിട്ടുള്ള എജുസാറ്റ് വിക്ഷേപിച്ചത് ഏതാണ്? എജുസാറ്റ് വിക്ഷേപിച്ചത് എന്നാണ്? എജുസാറ്റ് വിക്ഷേപിച്ചത് 2004 എന്നാണ് 2004. അപ്പൊ 2004 ശരിക്കും പറയുകയാണെങ്കിൽ 2004 സെപ്റ്റംബർ മാസം 20 2004 സെപ്റ്റംബർ 20 എജുസാറ്റ് വിക്ഷേപിച്ചത് എന്ന് ഓർത്തു വെക്കാം. അതിനുശേഷം പിന്നെ വന്നിട്ടുള്ള വേറൊരു SSA കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള വേറൊരു പരിപാടിയാണ് RMSA. SSA എന്ന് പറഞ്ഞ സർവശിക്ഷ അഭിയാൻ അല്ലെ. ഈ DPPയുടെ പൂർണ്ണ രൂപം അറിയോ നിങ്ങൾക്ക്? ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം DPP, SSA സർവശിക്ഷ അഭിയാൻ, RMSA രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. RMSA എന്താണ്? രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. അപ്പോ SSAയുടെ മോഡലിൽ തന്നെ 2009 ആരംഭിച്ചതാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്. ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. അപ്പോ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി, സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി വന്നിട്ടുള്ള പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറഞ്ഞാൽ RMSA. സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി നിലവിൽ വന്ന പദ്ധതിയുടെ പേരാണ് RMSA എന്ന് പറയുന്നത്. RMSA വന്നത് എന്നാണ് 2009. ഇനി അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്കൊക്കെ എപ്പോഴും ചോദിക്കാറില്ലേ മക്കളെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ അവകാശ നിയമം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്നാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വന്നത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശ നിയമം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അഥവാ വിദ്യാഭ്യാസ അവകാശ നിയമം വന്നത് 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്ന് 2010 ഏപ്രിൽ 1. 2009 അത് പാസാക്കിയെങ്കിലും 2010 ഏപ്രിൽ 1 എന്ത് വന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. ഇനി വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ 11ാമത്തെ 5 ഇയർ പ്ലാനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഞ്ചവത്സര പദ്ധതി പഠിച്ചപ്പോൾ 11ാം പഞ്ചവത്സര പദ്ധതിയെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ പദ്ധതി എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ എഡ്യൂക്കേഷൻ പ്ലാൻ. അപ്പൊ ഇന്ത്യൻ എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് വിളിക്കുന്നത്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ പ്ലാൻ ഏതാണ്? ഇന്ത്യൻ എഡ്യൂക്കേഷൻ പ്ലാൻ 11th 5 ഇയർ പ്ലാൻ ആണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ പ്ലാൻ ഏതാണ്? 11th 5 ഇയർ പ്ലാനെയാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് വിളിച്ചത്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണെന്നും കൂടി ഓർത്തു വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദേശീയ വിജ്ഞാന കമ്മീഷൻ, നാഷണൽ നോളേജ് കമ്മീഷൻ. അതായത് ദേശീയ ലെവലിലുള്ള നാഷണൽ നോളേജ് കമ്മീഷൻ, നാഷണൽ നോളേജ് കമ്മീഷൻ അഥവാ ദേശീയ വിജ്ഞാന കമ്മീഷൻ എന്ന് പറയും. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത് എന്താ വെച്ചാൽ ഇതിന്റെ ആദ്യത്തെ ചെയർമാന്റെ പേരാ ചോദിക്കാറ്. ആദ്യത്തെ ചെയർമാൻ 2005 ഇത് നിലവിൽ വന്നിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ ഉന്നതാധികാര ഉപദേശക സമിതിയാണ്. അതായത് പ്രധാനമന്ത്രിക്ക് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ദേശീയ വിജ്ഞാന കമ്മീഷൻ. 2005 വന്നു. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? സാം
പിത്രോഡ. അപ്പൊ ദേശീയ വിജ്ഞാന കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? സാം പിത്രോഡയാണ്. ദേശീയ വിജ്ഞാന കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാ? സാം പിത്രോഡയാണ് കേട്ടോ. ആരാണ്? സാം പിത്രോഡ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ അടുത്തത് നോക്കാം, ഐ ഐ ടി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അങ്ങനെ ഇന്ത്യയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ കൊണ്ടുവരണം എന്ന് ശുപാർശ ചെയ്തത് NR സർക്കാർ എന്ന് പറയുന്ന കമ്മിറ്റിയാണ്. ഏത് കമ്മിറ്റിയാണ്? NR സർക്കാർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ IIT-കൾ രൂപീകരിക്കുന്നത്. അങ്ങനെ IIT-കൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിന് IIT എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ IIT എന്ന് പേര് കൊടുക്കാന്ന് നിർദ്ദേശിച്ചത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അങ്ങനെ 1950 വെസ്റ്റ് ബംഗാളിലെ ഖരഗ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ IIT സ്ഥാപിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ IIT 1950 സ്ഥാപിച്ചു. വെസ്റ്റ് ബംഗാളിലാണ്. പാലക്കാട്, കേരളത്തിലാണെങ്കിൽ എവിടെയാണെന്ന് ചോദിച്ച കേരളത്തില് പാലക്കാടാണ് ആദ്യത്തെ. കേരളത്തിലെ പാലക്കാട്. അപ്പൊ ഇവിടെ എന്താ, നമ്മൾ ഇന്ത്യയിൽ ആദ്യം എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണെന്ന് ഓർത്തു വെക്കാം. ഇനി ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യയുടെ വിദ്യാഭ്യാസ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഇന്ത്യയുടെ വിദ്യാഭ്യാസ തലസ്ഥാനം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? വിദ്യാഭ്യാസ തലസ്ഥാനം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ഡെറാഡൂണിനെയാണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഡെറാഡൂൺ. അതാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ ഇപ്പോ എപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്നതാണ് സൈനിക സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സൈനിക സ്കൂൾ എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണെന്നും കൂടി ഓർത്തു വെക്കണം കേട്ടോ മക്കളെ. VK കൃഷ്ണമേനോനാണ് സൈനിക സ്കൂൾ എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആരാണ്? VK കൃഷ്ണമേനോനാണ് സൈനിക സ്കൂൾ എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഒരു ഹീര എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മള് ചിലപ്പോ നിങ്ങൾ പല ബുക്കുകളിലൊക്കെ കാണുന്നുണ്ടാവും എന്താണ് ഹീര. അപ്പൊ നമ്മൾ ഈ ഹീര എന്താണെന്ന് ഒന്ന് ഓർത്തു വെക്കുക. അതായത് ഹീര എന്ന് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ഏജൻസിയാണ് ഹീര. ഈ ഒരു പുതിയ ഏജൻസി കൊണ്ടുവന്നിട്ടൊന്നുമില്ല, ഏജൻസി നടപ്പാക്കാൻ ഉദ്ദേശിക്കുകയാണ് സെൻട്രൽ ഗവൺമെന്റ്. എന്താന്ന് ചോദിച്ചാൽ UGC ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനെയും UGC-യെയും കൂട്ടിയോജിപ്പിച്ച് പുതിയൊരു ഏജൻസി കൊണ്ടുവരാൻ പോവാന്ന് ഗവൺമെന്റ് ഇങ്ങനെ പറയുണ്ടായി. അതിന്റെ പേരാണ് ഹീര എന്ന് മനസ്സിലാക്കുക. എന്താണ്? ഹീര എന്ന് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുന്നത്, നമ്മള് വേണമെങ്കിൽ ചോദിക്കാം, സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന പദ്ധതി നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന പദ്ധതി ഉണ്ട്. പിന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ ഉണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിയോജിച്ച് കേന്ദ്ര സർക്കാരിന്റെ സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതിയുമായിട്ട് യോജിപ്പിച്ചു. അപ്പൊ സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന പദ്ധതി നിലവിൽ വന്നത് സ്കൂൾ വിദ്യാഭ്യാസവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, വിദ്യാഭ്യാസം കൂടുതൽ ഒന്നും കൂടി പുരോഗതി ഉണ്ടാക്കുക അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന പദ്ധതി വന്നിട്ടുള്ളത്. ഈ സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, സർവ്വശിക്ഷ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാനും ടീച്ചർ എഡ്യൂക്കേഷനും ഒക്കെ കൂട്ടിയോജിപ്പിച്ചു. ഇതിനെല്ലാം കൂടി ഒരെണ്ണത്തിന്റെ കീഴിലാക്കി. അത്രേ ഉള്ളൂ സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, പണ്ട് കാലത്തെ നമ്മുടെ വളരെ പ്രാചീനമായിട്ടുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റിയാണ് നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. അത് എന്താ പറയാ, വളരെ നശിച്ചു പോയില്ലേ, അതിന്റെ കുറെ ഭാഗമൊക്കെ നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ നളന്ദ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോ നമ്മള് ചെറിയ ക്ലാസ്സിൽ പഠിക്കും, കുമാരഗുപ്തൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ കുമാരഗുപ്തൻ എന്ന് പറയുന്ന രാജാവാണ് നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണം. നമ്മൾ ഏൻഷ്യന്റ് ഇന്ത്യയിൽ നമുക്കിപ്പോ പഠിക്കാനില്ല, അപ്പൊ ഏൻഷ്യന്റ് ഇന്ത്യയിൽ ഇത് പഠിക്കണ്ട. ഈ നളന്ദ സർവകലാശാല കുമാരഗുപ്തൻ സ്ഥാപിച്ച അത്തരം ഗംഭീര സർവകലാശാലയായിട്ട് നിൽക്കുമ്പോൾ ബക്തിയാർ ഖിൽജി എന്ന് പറയുന്ന വ്യക്തി വന്ന് ആ നളന്ദ സർവകലാശാല തകർക്കുകയാണ്. ആരാണത് ആക്രമിച്ചത്? ബക്തിയാർ ഖിൽജി എന്ന് പറയുന്ന ആളാണ്. ബക്തിയാർ ഖിൽജി നളന്ദ സർവകലാശാല ആക്രമിച്ചത് ആരാണ്? ബക്തിയാർ ഖിൽജിയാണ്. ഈ നളന്ദ സർവകലാശാല എവിടെയാണെന്ന് അറിയാലോ മക്കളെ? ബീഹാറിലാണ് നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നളന്ദ സർവകലാശാല അങ്ങനെ നശിച്ചു കുറെ
ഭാഗമൊക്കെ നശിച്ച് കിടക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. അതിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പുനരുദ്ധാരണം നടത്തുകയും ചെയ്ത രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം. ആരാണ്? APJ അബ്ദുൽ കലാം. നമ്മളോട് ചോദിക്കാം, നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് സഹായിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണ്? അപ്പൊ അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ആസിയാൻ ആണ്. അപ്പൊ ആസിയാൻ എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ സഹായത്തോടുകൂടി APJ അബ്ദുൽ കലാം നളന്ദ സർവകലാശാലയുടെ എന്ത് നടത്തുകയുണ്ടായി? പുനരുദ്ധാരണവും കാര്യങ്ങളൊക്കെ നടത്തേണ്ടായി. പുനരുദ്ധാരണത്തിന് ശേഷം 2010 നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് ശേഷം അതിന്റെ എന്താ പറയുന്നത് ചാൻസലർ പദവിയിൽ എത്തുന്നത് ആരാന്ന് ചോദിച്ചാൽ അമർത്യ സെൻ ആണ്. അതിനുശേഷം അതിന്റെ ചാൻസലർ പദവിയിൽ എത്തിയ ആളാരാണ്? അമർത്യ സെൻ. പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞ് അമർത്യ സെന്നിനെ അതിന്റെ എന്താക്കി മാറ്റി? ചാൻസലർ പദവിയിൽ കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ ഇത്രയാണ് നളന്ദ സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് നമ്മൾ കുറേയധികം വിദ്യാഭ്യാസവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ 2020 സെൻട്രൽ ഗവൺമെന്റ് ഒരു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുകയുണ്ടായി. എന്ത് രൂപീകരിച്ചു? ദേശീയ വിദ്യാഭ്യാസ നയം. അപ്പോൾ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് സെൻട്രൽ ഗവൺമെന്റ് രൂപീകരിച്ചത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020 ആണെന്ന് പറയണം. ഏതാ വർഷം? 2020 കേട്ടോ. അതിന്റെ കരട് തയ്യാറാക്കിയത് ആരാണ്? കസ്തൂരി രംഗനാണ് ഇതിന്റെ കരട് തയ്യാറാക്കിയതെന്നും കൂടി മനസ്സിലാക്കി വയ്ക്കുക. ആരാണ്? കസ്തൂരി രംഗൻ. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ കുറച്ച് സർവകലാശാലകളെ കുറിച്ചാണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരള ഇന്ത്യയിലെ സർവകലാശാലയെ കുറിച്ച്. അപ്പൊ നമുക്കറിയാം എന്താണ് 1901 ശാന്തി നികേതൻ സ്ഥാപിക്കുകയുണ്ടായി. 1901 ആരാണ് സ്ഥാപിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ ആണ് സ്ഥാപിച്ചത്. ഏത്? ശാന്തി നികേതൻ അല്ലെ. ആ ശാന്തി നികേതൻ ആണ് പിന്നീട് എന്തായി മാറിയത്? വിശ്വഭാരതി സർവകലാശാലയായി മാറിയത്. 1921 ശാന്തി നികേതൻ എന്ത് പേരിലായി മാറി? വിശ്വഭാരതി സർവകലാശാല എന്ന പേരിലായി മാറി. എന്താണ്? വിശ്വഭാരതി സർവകലാശാല. ഇനി നമുക്ക് ഓരോ സർവകലാശാലയെ കുറിച്ച് പഠിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഏതാണ്? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവിന്ദ് വല്ലഭ് പന്ത് യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഗോവിന്ദ് വല്ലഭ് പന്ത് യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഗോവിന്ദ് വല്ലഭ് പന്ത് യൂണിവേഴ്സിറ്റി എവിടെയാണ്? UP-യിലാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി, നമ്മൾ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി വിശ്വഭാരതി സർവകലാശാല അല്ലെ. അതിന്റെ ചാൻസലർ ആരാണ്? നമ്മുടെ അതിന്റെ എന്താ പറയാ ഫൗണ്ടർ ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അദ്ദേഹം വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ശാന്തി നികേതനാണ് പിന്നീട് വിശ്വഭാരതി സർവകലാശാലയായി മാറുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശിലെ ഗോവിന്ദ് വല്ലഭ് പന്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹാൻഡിക്യാപ്ഡ് യൂണിവേഴ്സിറ്റി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഹാൻഡിക്യാപ്ഡ് യൂണിവേഴ്സിറ്റി ആണ് ചോദിക്കണേ വെച്ചാൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഹാൻഡിക്യാപ്ഡ് യൂണിവേഴ്സിറ്റി ഏത് എന്ന് ചോദിച്ചാൽ ജഗദ്ഗുരു രാമഭദ്രാചാര്യ ഹാൻഡിക്യാപ്ഡ് യൂണിവേഴ്സിറ്റി. എന്താണ്? ജഗദ്ഗുരു രാമഭദ്രാചാര്യ ഹാൻഡിക്യാപ്ഡ് യൂണിവേഴ്സിറ്റി. ഇതെവിടെയാണ്? ഇതും UP-യിൽ തന്നെയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഹാൻഡിക്യാപ്ഡ് യൂണിവേഴ്സിറ്റി ജഗദ്ഗുരു രാമഭദ്രാചാര്യ ഹാൻഡിക്യാപ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇത് ബോർഡിൽ എഴുതുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ട് ചാർജ് കുറവുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഹാൻഡിക്യാപ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ജഗദ്ഗുരു രാമഭദ്രാചാര്യ ഹാൻഡിക്യാപ്ഡ് യൂണിവേഴ്സിറ്റി. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഏതാന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി ട്രൈബൽ യൂണിവേഴ്സിറ്റി എന്നാണ് അതിന്റെ പേര്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റിയുടെ പേര് ഇന്ദിരാഗാന്ധി ട്രൈബൽ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി ട്രൈബൽ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശിലാണ്. എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി ട്രൈബൽ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയുടെ പേര് നാദിബായ് താക്കറെ. എന്താണ്? നാദിബായ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല നാദിബായ്
താക്കറെ വനിതാ യൂണിവേഴ്സിറ്റി. നാദിബായി താക്കറെ വനിതാ യൂണിവേഴ്സിറ്റി പൂനെയിലാണ്. പൂനെ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അപ്പൊ മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് നാദിബായി താക്കറെ വനിതാ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ ഡിഫൻസ് യൂണിവേഴ്സിറ്റി എവിടെയാണ്? അത് കുറെ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിഫൻസ് യൂണിവേഴ്സിറ്റി എവിടെയാണ്? ബിനോല ഗ്രാം, ഹരിയാന കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ ഡിഫൻസ് യൂണിവേഴ്സിറ്റി ബിനോല ഗ്രാം, ഹരിയാന. ബിനോല ഗ്രാം, ഹരിയാന. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ പ്രവാസി യൂണിവേഴ്സിറ്റി, ഇന്ത്യയിൽ ആദ്യത്തെ പ്രവാസി യൂണിവേഴ്സിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം പറഞ്ഞോളൂ, ബാംഗ്ലൂരാണ്. ഇന്ത്യയിൽ ആദ്യത്തെ പ്രവാസി യൂണിവേഴ്സിറ്റി ഏതാണ്? ബാംഗ്ലൂരാണ്. ഇന്ത്യയിൽ ആദ്യത്തെ പ്രവാസി യൂണിവേഴ്സിറ്റി ഏതാണ്? ബാംഗ്ലൂരാണ്. ഇനി നമ്മുടെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി, നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പേര് ആന്ധ്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി. ആന്ധ്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ അത് അറിയപ്പെടുന്നത് BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആന്ധ്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി, അതിപ്പോ അറിയപ്പെടുന്നത് BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ്. ഇനി അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ്? ലാർജസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പേര് ഇഗ്നോ എന്നാണ്. ഇന്ദിരാഗാന്ധി അല്ലെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇഗ്നോ. എവിടെയാണ് അത്? ഡൽഹിയിലാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എവിടെയാണ്? ഡൽഹിയിലാണ്. ഇനി ഓപ്പൺ യൂണിവേഴ്സിറ്റികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷൻ ആരാണ്? ഓപ്പൺ യൂണിവേഴ്സിറ്റി റിലേറ്റഡ്, ഓപ്പൺ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷന്റെ പേര് ജി പാർത്ഥസാരഥി കമ്മീഷൻ എന്നാണ്. ജി പാർത്ഥസാരഥി കമ്മീഷൻ. ഓപ്പൺ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ആണ് ജി പാർത്ഥസാരഥി കമ്മീഷൻ എന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ യോഗ യൂണിവേഴ്സിറ്റി ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ യോഗ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിൽ ആദ്യത്തെ യോഗ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ യോഗ യൂണിവേഴ്സിറ്റി കേട്ടോ. ഫസ്റ്റ് യോഗ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം നമ്മൾ എന്ത് പറയണം? ലക്കുലിഷ് യോഗ സർവകലാശാല, അഹമ്മദാബാദ്. എവിടെയാണ്? അഹമ്മദാബാദ്. ഇന്ത്യയിൽ ആദ്യത്തെ യോഗ യൂണിവേഴ്സിറ്റി, യോഗ, ഫസ്റ്റ് യോഗ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ ലാക്കുലിഷ് ആണ് കേട്ടോ. അതിന്റെ പേര് ലാക്കുലിഷ് യോഗ യൂണിവേഴ്സിറ്റി. ലാക്കുലിഷ് യോഗ യൂണിവേഴ്സിറ്റി എവിടെയാണ്? അഹമ്മദാബാദ്. ഇന്ത്യയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി. അപ്പൊ ഇംഗ്ലീഷിനും അതുപോലെ തന്നെ ഫോറിൻ ലാംഗ്വേജിനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി എന്നാ ചോദിക്കണേ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്തരം എവിടെയാ പറയേണ്ടത്? ഹൈദരാബാദ്. ഇന്ത്യയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ ആയുർവേദ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിൽ ആദ്യത്തെ ആയുർവേദ യൂണിവേഴ്സിറ്റി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയും ഗുജറാത്തിലെ ജാംനഗർ ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ ആയുർവേദ യൂണിവേഴ്സിറ്റി എവിടെയാണ്? ഗുജറാത്തിലെ ജാംനഗറിലാണ്. ഇനി ഇന്ത്യയിലെ റെയിൽവേ യൂണിവേഴ്സിറ്റി എവിടെയാണ്? ഇന്ത്യയിലെ റെയിൽവേ യൂണിവേഴ്സിറ്റി ഗുജറാത്തിലെ വഡോദരയാണ്. അപ്പൊ ഗുജറാത്തിലെ വഡോദരയിലാണ് ഇന്ത്യയിലെ റെയിൽവേ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് ജെൻഡർ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് ആരാണ്? ജെൻഡർ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് കേരളമാണ്. ഇത്തരം കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പഠിക്കണം. അപ്പൊ നമ്മൾ ശാന്തിനികേതൻ ടാഗോർ സ്ഥാപിച്ചു. അതിനുശേഷം 1921 അത് വിശ്വഭാരതി സർവകലാശാലയായി മാറി. വെസ്റ്റ് ബംഗാളിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശിലെ ഗോവിന്ദ് വല്ലഭ പന്ത് യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ ഹാൻഡിക്യാപ്ഡ് യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശിലെ ജഗദ്ഗുരു രാമഭദ്രാചാര്യ ഹാൻഡിക്യാപ്ഡ് യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശിലെ ഇന്ദിരാഗാന്ധി ട്രൈബൽ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി മഹാരാഷ്ട്രയിലെ പൂനെയിലെ നാദിബായി താക്കറെ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് യൂണിവേഴ്സിറ്റി ബിനോഗ്രാം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രവാസി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ യൂണിവേഴ്സിറ്റി വഡോദര. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആന്ധ്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി, അതിപ്പോൾ അറിയപ്പെടുന്നു BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇഗ്നോ ആണ്. ഇഗ്നോന്റെ ആസ്ഥാനം ഡൽഹിയാണ്. ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷൻ ജി പാർത്ഥസാരഥി കമ്മീഷൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ യോഗ യൂണിവേഴ്സിറ്റി ലാക്കുലിഷ് യോഗ സർവകലാശാല. ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഗുജറാത്തിലെ ജാംനഗറിലാണ് തുടങ്ങിയത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജെൻഡർ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് എവിടെയാണ്? ഒരു ജെൻഡർ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കേരളത്തിലാണ്.
അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള പുരോഗതിയും കാര്യങ്ങളും നമുക്ക് ആ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് എനിക്കറിയാം. വർഷങ്ങളുണ്ട്, കുറെ ആൾക്കാരുടെ പേരുകളുണ്ട്, അല്ലെ, സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് വായിച്ചും കേട്ടും പഠിച്ചു വെക്കുക കേട്ടോ.